ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാർ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ആലുവയിലേക്ക് 7 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി 4 മീറ്ററോളം വീതി വരുന്ന റോഡ് വരുന്നുണ്ട്. മനോഹരമായി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു കോർണർ പ്ലോട്ടിലായി നിൽക്കുന്നൊരു വീടാണ്. ഈ ഒരു വഴി ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തായി നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന 2 ഭാഗത്തേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഒരു കവേഡോട് കൂടി വരുന്ന ഒരു കാർ പോർച്ച് നമുക്ക് കാണാം. കൂടാതെ മറ്റൊരു വണ്ടിയും പാർക്ക് ചെയ്യാം. ഇൻ്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മനോഹരമായ വർക്കുകളെല്ലാം വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. 3-4 ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ആ കാണുന്ന സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹോളിലാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഫ്രഞ്ച് പാളി വിൻഡോയാണ് എല്ലാ സ്ഥലത്തും കൊടുത്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹോളിലേക്ക് ഇനി പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഫ്രഞ്ച് പാളി വിൻഡോ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചണിലേക്കാണ് പോകാനുള്ളത്. വിശാലമായ ഒരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നീളത്തിലുള്ള വലിപ്പമാർന്നൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൻ്റെ എല്ലാം ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത്. ഫുൾ കവേഡോടുകൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. അവിടെ ഒരു സിങ്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലായി നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരിക. ഇതിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിപ്പമുള്ള വിൻഡോയാണ്. എല്ലാ വിൻഡോയിലും സ്റ്റീലിൻ്റെ കമ്പികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 12 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും വലിപ്പമുള്ള വിൻഡോ നമുക്ക് കാണാൻ കഴിയും. ഒരു കോർണറിലായി ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് വരാം. അവിടെ ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കാണാം. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് 1ാമത്തെ നിലയിലേക്ക് പോകേണ്ടത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. L ഷേപ്പിലാണ് ഈ ഒരു ഹോളിൻ്റെ സ്പേസ് വരുന്നത്. വിശാലമായി തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. നമുക്ക് ഇനി നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം.
ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതിന് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയെല്ലാം വലിപ്പമുള്ള വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഭിക്കുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിലും വലിപ്പമുള്ള വിൻഡോ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 3 ബെഡ്റൂം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന, അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ പോകാനുള്ളത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. വിശാലമായ ഒരു ബാൽക്കണിയും നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആലുവ പെരുമ്പാ റൂട്ടിലായി ആലുവയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 4.130 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.